ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം കുറച്ച് മുരിങ്ങയില കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് മുരിങ്ങയിലൊന്ന് മുട്ടത്തോരൻ വെച്ചേക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ച് ഞാൻ മൺചട്ടിയാണ് കേട്ടോ എടുത്തത്. അതിനകത്ത് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളി ഇട്ടു. ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി വന്നപ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഉള്ളിയുടെ കൂടെ വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അധികം ഒന്നും ഇട്ടില്ല, കുറച്ച് ഇട്ടുള്ളൂ. അധികം ഇരുവൊന്നും വേണ്ടല്ലോ. അതൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് തേങ്ങ, നമ്മുടെ തേങ്ങ ചിരകിയ ഉണ്ടായിരുന്നു. ചിരകിയ തേങ്ങ കുറച്ചിട്ടു. തേങ്ങ മുട്ടത്തോരനായിട്ട് വെക്കുമ്പോൾ തോരനാണല്ലോ, കുറച്ച് തേങ്ങാപ്പിരിയും കൂടി കിടക്കട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയ്ക്ക് ഇട്ടു. തേങ്ങയും കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി വന്നിട്ട് ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ടു. ഒരു മുട്ട ഇട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ കൂടുതൽ സാധനം ഈ മുരിങ്ങയില തന്നെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ടയ്ക്ക് ഇടാം. അപ്പോൾ ഞാനൊരു മുട്ട ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കഴുകിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില ഇട്ടു. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ചേട്ടൻ കൊണ്ട് തന്നായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് മുരിങ്ങയില. അപ്പോൾ അതുകൊണ്ട് അതിട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വാടി തുടങ്ങും മുരിങ്ങയില. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മുരിങ്ങയില തോര റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.